എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 20-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ പരാമർശിച്ചില്ല. വരുമാനം ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക സ്ഥിതി മോശം തന്നെയാണ്. ₹1 നികുതി കൂട്ടാതെ പുതുയുഗ കേരളമാണ് ലക്ഷ്യമെന്നും വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റു പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000-ലേക്ക് എത്തിക്കും എന്ന് ഗവർണർ വായിച്ചിരുന്നു. എങ്കിലും ക്ഷേമ പെൻഷൻ വർധനവ് ഈ ബജറ്റിലില്ല. 6 മാസങ്ങൾക്കപ്പുറം പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ്. നിലവിലെ ബജറ്റിന്റെ കാലാവധി അടുത്ത ജനുവരി വരെ മാത്രമാണ്. 2027 ജനുവരിയിലോ ഫെബ്രുവരിയിലോ അടുത്ത ബജറ്റും അവതരിപ്പിക്കും. നിലവിലെ ബജറ്റിൽ ₹100 പോലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. ഡിഗ്രി വിദ്യാർത്ഥിനികൾക്ക് ഇന്ദിര ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ള ₹1000 ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പരാമർശിച്ചിട്ടില്ല. എന്നാൽ മറ്റ് നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായി സൗജന്യ പാർപ്പിട പദ്ധതി, പട്ടയം ഇല്ലാത്ത തീരദേശവാസികൾക്ക് പട്ടയം ലഭ്യമാക്കും. ഫിഷറീസ് വികസനത്തിന് ₹200.9 കോടി വകയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. നിലവിലുള്ള കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതികൾ തുടരും. ഇതിൽ ഉൾപ്പെടാത്തവർക്കാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തുക. ഇത് നടപ്പിലാക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികൾക്കായിട്ട് ₹10 കോടി അനുവദിച്ചിട്ടുണ്ട്. നടപ്പിലാക്കുന്നതിന് DPR തയ്യാറാക്കും. ഇത് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായും മറ്റുള്ള ആളുകൾക്ക് ചെറിയ പ്രീമിയം അടച്ചുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്നതിന് പകരം ഇൻഷുറൻസ് കമ്പനികളെ ഇതിൽ ഉൾപ്പെടുത്തിയാകും നടപ്പിലാക്കുക. വയനാടിന് സർവകലാശാല പ്രഖ്യാപിച്ചു. വയനാട് ട്രൈബൽ സർവകലാശാലക്ക് ₹50 കോടി കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിയും പ്രഖ്യാപിച്ചു. ആശുപത്രികൾ മുതൽ ഗവേഷണം വരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് ₹100 കോടി വകയിരുത്തിയിട്ടുള്ളത്. കേരളത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന മിഷൻ സമുദ്രക്ക് ₹400 കോടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തെ വൻ ശക്തിയാക്കും. വിഴിഞ്ഞം നാവായിക്കുളം പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കും. വിഴിഞ്ഞം റിംഗ് റോഡ് വേഗത്തിലാക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ മുഴുവൻ തീരവും ഉൾപ്പെടുത്തി UAE മോഡൽ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന് സ്വകാര്യ നിക്ഷേപങ്ങൾ സ്വീകരിക്കും. വ്യവസായികൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കേരളത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തിന് വേഗത നൽകുന്ന ബജറ്റാണിത് എന്ന് MA യൂസഫ് അലി പ്രതികരിച്ചു. ഭൂപരിഷ്കരണം 2.0 നടപ്പിലാക്കും. ഭൂവിനിയോഗ നയം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമികൾ ലാൻഡ് ബാങ്കിൽ ഉൾപ്പെടുത്തും. ഭൂമി ഏറ്റെടുക്കലിന് സുതാര്യത വരുത്തും. മലബാറിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. ഇതിനു വേണ്ടി ₹50 കോടി വകയിരുത്തി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇതിൽ ഏതെങ്കിലും ഒരു ജില്ലയിലാകും ഫുട്ബോൾ സ്റ്റേഡിയം വരിക. കൊച്ചിയിൽ ഫിലിം സിറ്റി, കോഴിക്കോട് കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. മിഷൻ സമുദ്ര നടപ്പിലാക്കുമ്പോൾ വരുന്ന എല്ലാ തൊഴിലുകളും തീരമേഖലയിൽ ഉള്ള തൊഴിലാളികൾക്ക് നൽകും. റബ്ബർ കർഷകർക്ക് കോളടിച്ചുകൊണ്ട് ₹50 താങ്ങുവില കൂട്ടി. താങ്ങുവില കിലോയ്ക്ക് ₹250 നിലവിൽ ₹200 വില. സ്വകാര്യ ബസ്സുകളുടെ 3 മാസം കൂടുമ്പോഴുള്ള നികുതി പകുതിയായി കുറച്ചു. 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5% നികുതിയിൽ നിന്നും 3% കുറച്ചു. വയോജനങ്ങൾക്ക് വയോജന വകുപ്പിനോടൊപ്പം നിരവധി പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർദ്ധക്യകാല ചികിത്സയ്ക്ക് സൗജന്യമായിട്ടുള്ള സേവനം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും. ഇതിന് വാളണ്ടിയർമാരെ ഒരുക്കുന്നതിന് മെഡിക്കൽ കോളേജുകളിൽ 6 മാസത്തെ അശ്വകാല കോഴ്സുകൾ ഏർപ്പെടുത്തും. സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള കോഴ്സുകളായിരിക്കും ഇത്. സംസ്ഥാനത്തെ നിരവധി റോഡുകൾക്കും പാലങ്ങൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. മറ്റ് ജനവിഭാഗങ്ങൾക്കും ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടം എന്ന നിലക്ക് സംസ്ഥാന വിഹിതം 1422.60 കോടി ഉയർത്തും.
ഗ്രാമസഭയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ഗ്രാമസഭ അംഗങ്ങൾക്ക് ഓൺലൈനായി പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടിന് 50 കോടി രൂപ പ്രഖ്യാപിച്ചു. നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഓരോ പദ്ധതികളെക്കുറിച്ചും വീഡിയോ പ്രത്യേകം ചെയ്യുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 335 രൂപ കുറഞ്ഞ് 13,370 രൂപയും പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയുമായി. നാളെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത്. ഉച്ചയ്ക്ക് 2:45 കൂടിയിട്ടാണ് വിതരണ നടപടികൾ ഉണ്ടാവുക. പശ്ചിമ ബംഗാളിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയുള്ള ചടങ്ങ് നടക്കുമ്പോൾ തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും DBT ട്രാൻസ്ഫർ വഴി 2,000 രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങും. 48 മണിക്കൂറിനുള്ളിൽ 95% ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ തവണയൊക്കെ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. ഒരു കാരണവുമില്ലാതെ തുക മുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ തുക കൂടി ചേർത്ത് ലഭിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട്. മുമ്പൊക്കെ അങ്ങനെ ലഭിച്ചിരുന്നു. എന്തായാലും അക്കൗണ്ടുകളിലേക്ക് നോക്കുമ്പോൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾക്ക് പോലും തുക മുടങ്ങിയിരുന്നു മുമ്പ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തുകയും ചില ആളുകൾക്ക് അങ്ങനെ മുടങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. ഇരട്ട PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം സംശയിക്കുന്ന ആളുകളെ ഈ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും എന്ന് PM കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകളായിട്ട് തോന്നിയ അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കില്ല. അതായത് നമ്മുടെ അക്കൗണ്ടിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല, KYC ചെയ്തിട്ടുണ്ട്, ലാൻഡ് വെരിഫിക്കേഷനും ആധാർ സീഡിങ്ങും എല്ലാം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തുക വിതരണം തടസ്സപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് മാസങ്ങളിൽ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് കഴിഞ്ഞ 2 തവണ വിതരണം ചെയ്തപ്പോഴായിട്ടും അങ്ങനെ പല ആളുകൾക്കും തടഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണോ PM കിസാൻ സമ്മാൻ നിധി അർഹനാണ് എന്ന് അധികൃതർക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ആ ഒരു തുക പിന്നീട് റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് വിവരം. ഈ വിതരണം കഴിയുന്നതോടുകൂടി തന്നെ അടുത്ത സഹായവും നമ്മുടെ സംസ്ഥാനത്തുള്ള 62 ലക്ഷത്തോളം ആളുകൾക്ക് വരികയാണ്. VD സതീശൻ സർക്കാരിന്റെ 2ാമത്തെ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 25 കൂടി ഉണ്ടാകും. 23-ാം തീയതി സംസ്ഥാനത്ത് കടമെടുപ്പുണ്ടാകും. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്രത്തിലൂടെ തുക എടുക്കുകയും അതിനുശേഷം തുക വിതരണം നടക്കുകയും ചെയ്യും. പെൻഷൻ വിതരണം 25 കൂടിയിട്ട് ആരംഭിക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിലായി ബാങ്ക് അക്കൗണ്ടുകൾക്ക് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും. ജൂലൈ 5 കൂടി കയ്യിൽ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ 2 തുകയും എത്താൻ പോവുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.